ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മളൊരു വഴിക്ക് പോവുകയാണ്. വേറെ വഴിക്കല്ല, നമ്മളൊരു മാരേജ് റിസപ്ഷൻ കൂടാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ അടുത്തൊന്നല്ല, അങ്ങ് കൊച്ചിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഒരു ലോങ് ഡ്രൈവാണ്. അപ്പോൾ ചേട്ടൻ്റെ ഒരു പഴയ കൊളീഗിൻ്റെ മാരേജ് റിസപ്ഷനാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇതാ ഞങ്ങൾ ഓൺ ദ വേ ആണ്. അപ്പോൾ അതിന് മുൻപായിട്ട് നമുക്കറിയാൻ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ, അതായത് പെട്രോളൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്രോൾ അടിക്കാൻ വേണ്ടി ഞങ്ങളൊരു പമ്പിൽ നിർത്തിയേക്കാണ് കേട്ടോ. അപ്പോൾ ധ്രുബിബി ആ ടൈമൊന്നും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അവൾ സാധാരണ ഒരു ഉറങ്ങുന്ന ടൈമായിരുന്നു. അപ്പോൾ നമ്മളൊരു 4:30ക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ഞാൻ വണ്ടിയിലിരുന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷേ ഞാൻ വണ്ടിയിൽ പാട്ടുള്ള കാരണമാണ് ഞാൻ എൻ്റെ സൗണ്ട് മ്യൂട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ ഭാഗ്യത്തിന് ഞങ്ങൾ ആ പോകുന്ന ഒരു പകുതി സമയം വരെ മഴയോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത്യാവശ്യം തെളിഞ്ഞ ഒരു കാലാവസ്ഥയായിരുന്നു. അതുകൊണ്ട് ചേട്ടന് ഡ്രൈവ് ചെയ്യാനും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായി കാണില്ല എന്ന് വിചാരിക്കുന്നു. അവിടുത്തെ പെട്രോൾ പമ്പിൽ കണ്ട ചേട്ടനെ നോക്കിയിട്ട് സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ധ്രുബേബി. അങ്ങനെ ഞങ്ങളൊരു 7 മണിയായപ്പോൾ തന്നെ ഞങ്ങൾ അവിടെ എത്തി. അപ്പോൾ ഒരു പുതിയ സ്ഥലമാണ്. അപ്പോൾ ആ സമയപ്പോഴേക്കും ചെറിയ രീതിയിൽ മഴ സ്റ്റാർട്ടായി കേട്ടോ. അങ്ങനെ ഇതാ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഉള്ളിലേക്ക് കയറി. അപ്പം ഞങ്ങൾ വന്നത് കുറച്ചും കൂടി നേരത്തെ തോന്നുന്ന ആൾക്കാരൊക്കെ എത്തുന്നുണ്ടായിരുന്നുള്ളൂ, കാരണം മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇപ്പം അധികം ആൾക്കാരൊന്നും ഇവിടെ കാണാനില്ല. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, അപ്പോൾ ആ സമയത്ത് ഞാൻ ധ്രുബേബിക്ക് ഫുഡ് കൊടുക്കണമായിരുന്നു. ഞാൻ ധ്രുബേബിക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ പോയി. ധ്രുബേബിക്ക് കാരണം ഞങ്ങൾ ഇറങ്ങിയപ്പോൾ കൊടുത്തതാണ് ഫുഡ്. പിന്നെ അവൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല വഴിയിൽ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അവൾക്ക് ഫുഡ് കൊടുക്കാനും വേണ്ടിയിട്ട് പോയി. പിന്നെ എല്ലാവരും വന്നോടുണ്ടായിരുന്നുള്ളൂ, അത് കാരണം തന്നെ ഫംഗ്ഷൻ സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതാ ഞങ്ങൾ പോയപ്പോൾ നല്ലൊരു സീൻ കൊണ്ട് അവിടെ ബിരിയാണിയുടെ ദമ്മ് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ചേട്ടാ സമയത്ത് തന്നെ ഞാൻ ചേട്ടനോട് പറഞ്ഞു വീഡിയോ എടുക്കാൻ. അപ്പോൾ ആ ടൈം കൊണ്ട് ഞാൻ ധ്രുബേബിക്ക് ഫുഡ് കൊടുക്കാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ ആ സമയത്തേക്കും അവിടെ ഫുഡ് കൊടുക്കൽ സ്റ്റാർട്ട് ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡ് കൊടുക്കുന്നത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾക്ക് എന്തായാലും നേരത്തെ പോകണമായിരുന്നു. അപ്പോൾ ചേട്ടൻ ആദ്യം ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാനും അപ്പോൾ ഫുഡ് കഴിച്ചു കേട്ടോ. കാരണം ഞങ്ങൾക്ക് പിന്നെ തിരിച്ചുള്ള ഡ്രൈവ് ഉണ്ട്. അത് കാരണം നേരെ വൈകി കഴിഞ്ഞാൽ ഞങ്ങൾ പെടും. പിന്നെ എല്ലാ സമയത്തും നല്ല മഴയായിട്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാനും ഫുഡ് കഴിക്കാനിരുന്നു. പറയാതെ വയ്യ, നല്ല സൂപ്പർ ബിരിയാണി ആയിരുന്നു കേട്ടോ. കല്യാണത്തിന് കഴിക്കുന്ന ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ബീഫ് ബിരിയാണി ആയിരുന്നു. ഞാൻ വളരെയധികം എൻജോയ് ചെയ്തു. പക്ഷേ തിരക്ക് പിടിച്ചിട്ടാണ് കഴിച്ചത് കേട്ടോ, വേറെ കാര്യം. അപ്പോൾ വേഗം കഴിച്ചു. അപ്പോൾ ആ സമയത്ത് ഇത് അച്ഛനും മോളും എടുത്ത് കുറച്ച് വിഷ്വൽസാണ് കേട്ടോ അത്. അപ്പോൾ ഞാൻ ഉള്ള ഫുഡ് കൊടുത്ത ശേഷം ധ്രുബയ്ക്ക് വേറെ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തായിരുന്നു. അങ്ങനെ ഫുഡ് എടുക്കുക കഴിഞ്ഞപ്പോൾ ഇതാ ഞങ്ങൾ ഇവിടേക്ക് വന്നപ്പോഴും ആൾക്കാരൊന്നും എത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ വന്നവർ ഫോട്ടോ എടുക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊന്ന് വിചാരിച്ചു ഞങ്ങളും വേഗം ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കയറാണ്. അപ്പോൾ അന്ന് ഇത് നമ്മൾ എടുത്തായിട്ട് കുറച്ച് ഫോട്ടോസാണ് കേട്ടോ. ഇത് ഫോട്ടോസ് കിട്ടിയായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ആഡ് ചെയ്യാണ്. പിന്നെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തിട്ട് വേഗം തന്നെ തിരിച്ചു പോവാണ്. അപ്പോൾ 2 പേരും നല്ല സുന്ദരന്മാരായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഗസ്റ്റുകളൊക്കെ വന്ന് തുടങ്ങണുള്ളൂ. 8 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളപ്പോൾ അവിടെ നിന്ന് വേഗം ഇറങ്ങി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അതുവരേക്കും